ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ഫ്രൂട്ടി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത മാങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു അധികം പഴുക്കാത്ത എന്നാൽ പച്ചയും അല്ലാത്ത ഇളം പരുവത്തിലുള്ള ഒരു മാങ്ങയും കൂടി നമുക്കൊരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു മാങ്ങയും കൂടി ഇതിനോടൊപ്പം അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ അരച്ചെടുത്ത മാങ്ങ ഒരു അരിപ്പിലേക്കൊന്ന് അരിച്ച് അതിൻ്റെ നാരും ചെറിയ കഷ്ണങ്ങളും ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്താണ് ഞാനിത് അരിച്ചെടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു കുറുകിയ പരുവത്തിലാണ് ഇത് എടുക്കേണ്ടത്. ഇനി ഇത് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് അടി ചേർത്ത് ഇളക്കി കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ കരിഞ്ഞു പിടിക്കും. അപ്പോൾ ടേസ്റ്റിന് വ്യത്യാസം വരും. ഒട്ടും കരിഞ്ഞൊന്നും പിടിക്കാതെ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത് തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. മധുരമൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഉണ്ടോ, ഇതുപോലെ നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വരണം. ഈ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരുന്നത് വരെ ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം ഇതുപോലെ ഒരു ചില്ല് കുപ്പിയിൽ ഒഴിച്ച് നന്നായിട്ട് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇത് 1-1.5-2 മാസത്തോളം നമുക്ക് ഇതുപോലെ വെച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലെ ചെയ്ത് തണുപ്പിച്ച് വയ്ക്കുകയാണെങ്കിൽ. കണ്ടോ, നല്ല അടിപൊളി മാംഗോ സ്ക്വാഷ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ എടുത്ത് നമുക്ക് എത്ര കട്ടിക്കാണോ ജ്യൂസ് വേണ്ടത് അതിനനുസരിച്ച് തണുത്ത വെള്ളവും മധുരം ആവശ്യമുണ്ടെങ്കിൽ മധുരവും ഒക്കെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് സെർവ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കുടിക്കും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫ്രൂട്ടിയൊക്കെ കുടിക്കത്തില്ല, ആ സെയിം ടേസ്റ്റ് തന്നെ കിട്ടും ഇതുപോലെ ചെയ്ത് നമ്മളിത് കുടിക്കുകയാണെങ്കിൽ. ഇപ്പോൾ കുറച്ച് ഐസൊക്കെ ഗ്ലാസ്സിലിട്ട് കൊടുത്ത് നമുക്കിതുപോലെ ഒഴിച്ച് കുടിക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇനി കടയിൽ നിന്നൊന്നും വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളി ഫ്രൂട്ടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.